ഈ AI നമ്മളെ സാധാരണക്കാരെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കൂടുതലും നെഗറ്റീവ് രീതിയിലായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട്. എൻ്റെ എഡിറ്റിംഗ് ആകട്ടെ എല്ലാം അത് ഞാൻ ഫുള്ളും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പഠിച്ചത്. പ്രോംപ്റ്റിങ്ങിന്റെ കോഴ്സും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നവർക്ക് ഒന്നുകൂടി ബെറ്റർ ആവും. മീൻസ് ഒരു AI മോഡലിനെ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാന്നുള്ളത് പഠിക്കുന്നത്. പ്രോംപ്റ്റിങ് നമ്മൾ സെൽഫ് ലേൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നാലും എനിക്ക് ഇൻക്രീസ്ഡ് ആവും. കുറെ ആൾക്കാരെ ജോബ് നഷ്ടപ്പെടാൻ ചാൻസസ് കൂടുതലാണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ സാലറി നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. ഒരു ഇപ്പം +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏത് ഫീൽഡിലേക്ക് അയാൾക്ക് പോകണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല, പക്ഷേ AI ഫീൽഡിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ആ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ കോഡിങ് സ്കില്ല് അല്ലെങ്കിൽ സ്കിൽസാണ് അയാൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ AI ഫീൽഡിലേക്ക് വരുന്ന ഒരാൾക്ക് ഞാൻ ഒരു അഡ്വൈസ് രീതിയിലല്ല, ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയൊരു വെച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ കോഡിങ്ങോ ഒന്നും എനിക്കറിയില്ല. സോ എനിക്ക് എന്താ ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഇതിനെ കുറിച്ചുള്ള ഒരു മൾട്ടിമീഡിയ ആയ കാരണം ആ ഒരു ഫിലിം ക്രിയേഷൻ, സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ, ആ ഒരു മൈൻഡായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. സോ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് എൻഡിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിനെ പറ്റിയുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, അതാണ് ഞാൻ പിന്നെ എടുത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യം. ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു നല്ല രീതിക്ക്. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇതുവരെ പഠിച്ച നോളജിൽ കണ്ടന്റ് ക്രിയേഷനും എൻ്റെ എഡിറ്റിംഗ് ആകട്ടെ എല്ലാം അത് ഞാൻ ഫുള്ളും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ഒരു അഡ്വൈസ് രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ബാക്ക് എൻഡിൽ കുറേ കാര്യങ്ങളുണ്ട്. മെഷീൻ ലേണിംഗ്, പിന്നെ എന്താ പറയുക, മെഷീൻ ലേണിംഗിൻ്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതിൻ്റെയൊക്കെ ബാക്ക് എൻഡിലെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് ബാക്ക് എൻഡ് വലിയ രീതിക്ക് അറിയില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. സോ അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, ഇപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് അത് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ആൻഡ് ഓൾസോ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, ക്യൂരിയോസിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി വേണം എന്നാ പറയാ. അതെന്തായാലും അപ്പൊ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരുന്നു ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള എന്താ സംഗതി. ഞാൻ തന്നെ സെൽഫ് ലേണിംഗ് ആയിരുന്നു, ഞാൻ ഫുള്ളി സെൽഫ് ലേണിംഗ് ആയിരുന്നു. ഞാനിപ്പോ ഒരു കോഴ്സ് എടുത്തിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഫുള്ളി സെൽഫ് ലേണിംഗ് ആയിരുന്നു. ഈ കുറിച്ച് പഠിക്കും. ഇപ്പൊ ടൂൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പൊ ChatGPT പോലും എന്താന്ന് അറിയണ്ടായിരുന്നില്ല എനിക്ക്. സോ അതിരുന്ന് പഠിച്ച് കുറേ വീഡിയോസ് ഉണ്ട്, അതിനെ പറ്റി റിസർച്ച് ചെയ്ത് അതെന്നെ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോംപ്റ്റിങ് എന്താ അറിയാറുള്ളത്. പിന്നെയാണ് അതിൻ്റെ പിന്നെ കുറച്ച് ഫ്രീ കോഴ്സസ് ഉണ്ട് ഗൂഗിളിൻ്റെയും, പിന്നെ യൂഡമി, എൻവിഡിയ, ഇവരുടെ ഒക്കെ തന്നെ ഫ്രീ കോഴ്സസ് ഉണ്ട്. ജനറേറ്റീവ് AI, പിന്നെ ChatGPT കുറിച്ചിട്ടുള്ളത്, പ്രോംപ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറേ ഫ്രീ കോഴ്സസ് ഒക്കെ ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഈ ഒരു പ്രോപ്പറായിട്ട് ടെക്നിക്കൽ ഫീൽഡിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻവിഡിയൻ്റെത് ഉണ്ട്, ഗൂഗിളിൻ്റെത് ഉണ്ട്, പിന്നെ വേറെ ഏതാ വരുന്നത്, കോസേറയിലുണ്ട്, ഇനി ഫ്യൂച്ചറിൽ ഇനി നമുക്ക് ഇപ്പം AI വരാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി AI യൂസ് ചെയ്തിട്ട് കോഡിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു AI. അപ്പം ഈ ജോബ്സിനും അതിനുള്ള അത്ര ഒരു എന്താ പറയുക സെക്യൂരിറ്റി വരുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മളെ ഫ്യൂച്ചറിനെ എങ്ങനെ ബാധിക്കുക? ഇപ്പോൾ കോഡിങ്ങില് ബ്രോ പറഞ്ഞ പോലെ ഡെവിൻ എന്ന് പറഞ്ഞ ഒരു AI ഉണ്ട്, ഒരു AI ടൂള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു NNM പോലെ തന്നെ ആണോ അറിയില്ല, അതിന്റെ ടൂൾ തന്നെയായിരുന്നു അത്, ഡെവിൻ എന്ന് പറഞ്ഞിട്ട്. ഡെവിൻ AI. സോ ഡെവിൻ ഇപ്പോൾ ഫ്രീ നമ്മുടെ ഫ്രീലാൻസ് ജോബ് ഫൈവറിലും അപ്വർക്കിലൊക്കെ ഫ്രീലാൻസ് ജോബ് അത് ഓണായിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രീലാൻസ് ജോബ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. ഒരു AI ആണ് ഇപ്പൊ ഈ കോഡിങ് ഫുള്ള് ചെയ്യുന്നുണ്ട്. സോ അവിടെയും AI റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ കമ്പനീസിൽ ഇതിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളെ AIക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വലിയ AI മോഡലാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്തിട്ട് പറ്റും. ഒരു ഇൻപുട്ട് കൊടുക്കേണ്ടി വരും, ഉറപ്പായിട്ടും ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. ChatGPT തന്നെ. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ
പ്രോംപ്റ്റിങ്ങിന്റെ കോഴ്സും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നവർക്ക് ഒന്നുകൂടി ബെറ്റർ ആവും. മീൻസ് ഒരു AI മോഡലിനെ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പഠിക്കുന്നത്. പ്രോംപ്റ്റിങ് നമ്മൾ സെൽഫ് ലേൺഡ് ആക്കുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്നാലും എനിക്ക് പ്രോംപ്റ്റിങ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് വേണ്ടത് ഇന്ന കാര്യമാണ്. ഇപ്പൊ ഇമേജ് ക്രിയേഷൻ തന്നെ ഇന്ന രീതിയിലൊരു ഇമേജ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു ഇമേജിനെ കുറിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ക്ലിയർ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ നമ്മൾ അത് കൊടുക്കുക. അതിപ്പോ എന്താ പറയാ, ഈ ഐഡിയോഗ്രാമിലൊക്കെ ഈ അടുത്ത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഞാൻ പ്രോംപ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു എന്തിന് എത്രക്ക് അധികം പ്രോംപ്റ്റ് കൊടുത്തതെന്ന്. അപ്പം തന്നെ ഐഡിയോഗ്രാം എടുത്തിട്ട് ഒരു അടിപൊളിയുടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഒരു സ്കള്ളിൻ്റെ ഇമേജ്. അത് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പ്രോംപ്റ്റിങ്ങിൽ ക്യാമറയുടെ മോഡൽ തൊട്ട് എപ്പർച്ചർ 1.5 or 2 സംതിങ് ആയിരുന്നു. അതുവരെ ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽ കൊടുത്തൊരു 1.5 പാരഗ്രാഫ് ഉള്ളൊരു പ്രോംപ്റ്റ് ആയിരുന്നു അത്. ഐഡിയോഗ്രാം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഐഡിയോഗ്രാം എന്ന് വെച്ചാൽ ഇമേജ് ജനറേഷൻ ആയിട്ടുള്ള ടൂളാണ്. അത് ഫ്രീ ആണത്, ഒരു പ്ലാറ്റ്ഫോം. ആ ടൂള് ഫ്രീ ആണ്. ഇമേജ് ജനറേഷൻ, ലോഗോ ക്രിയേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹൈ ക്വാളിറ്റി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. സോ അത് കാണിച്ചപ്പോൾ തന്നെ അവന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്കധികം പ്രോംപ്റ്റ് കൊടുക്കേണ്ടി വന്നു. സോ ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതിലേതെങ്കിലും ഫ്രീ കോഴ്സസ് ഏതെങ്കിലും കമ്പനീസോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ്? ഉണ്ട്, ഗൂഗിളിന്റെ ഫ്രീ കോഴ്സ് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. ഗൂഗിളിന്റെ ഉണ്ട്. ഓക്കെ, എൻവിഡിയൻ്റെത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റീസെൻ്റ്ലി ഒരു കോഴ്സ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് പ്രോംപ്റ്റിങ്ങിൻ്റെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എൻവിഡിയുടെ പ്രോംപ്റ്റിങ്ങിൻ്റെ എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും തരും. കാരണം അവർ ജനറേറ്റീവ് ഉണ്ട്, LLM ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു LLM ഉണ്ട്. സോ അത് ഞാനിങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് അറ്റ് എ ടൈം ഒരു കോഴ്സ് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ AI നമ്മൾ സാധാരണക്കാരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഏകദേശം എല്ലാ ഫീൽഡിലും AI എത്തും എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് സാധാരണക്കാരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? അതിപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാം, മോശം രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതൊന്ന് പറയാൻ പറ്റുമോ? നല്ല രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു ടൈമിൽ എന്നെ തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കാം. എനിക്കിപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സെൽഫ് ലേൺഡായിട്ട് പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, സെൽഫ് ലേൺഡായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മുടെ ടാസ്കുകൾ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഈസി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു നെഗറ്റീവ് രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരെന്ന് അറിയുന്നുണ്ടാവില്ലല്ലോ പ്രോപ്പർലി. അവർക്ക് ഇതിന്റെ സോഴ്സ് എവിടുന്നാന്നുള്ളൊരു എനിക്കുണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എവിടുന്ന് പഠിക്കും, എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്, അത് കുറെ പേർക്ക് അറിയണ്ടായില്ല. ഇപ്പൊ ഭയങ്കര എന്താ പറയുക, ഇതിനെ പറ്റിയുള്ള കോഴ്സൊക്കെ പഠിച്ചുള്ള ആൾക്കാർക്ക് അറിയാം ഇന്ന സ്ഥലത്തുനിന്നൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഒരു സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇത് എവിടുന്ന് ഇതിനെ കുറിച്ച് പഠിക്കും, ഇതെങ്ങനെ, നമ്മുടെ കുറെ ന്യൂസസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അറിയുണ്ടാവുക. സോ ആ ഒരു സോഴ്സ് ഉണ്ട്, ആ ഒരു സോഴ്സ് എവിടെ, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. എവിടുന്ന് ഇതിപ്പോ പഠിക്കുക, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരാൾക്ക് കേട്ടോ. ഇപ്പൊ ഇല്ലാത്ത ഒരാളാണെങ്കിലും ശരി, ഇപ്പൊ ഒരു വ്യക്തി 9 to 5 ജോബ് ചെയ്യുന്ന ഒരു വ്യക്തി, ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാള്, എന്നുള്ള വേൾഡ് തന്നെ അറിയില്ല, ആള് ജോബ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നു, ആ ഒരു AI കുറിച്ചിട്ട് അറിയാത്ത ഒരാളെ ലൈഫിലും ഈ AI ഇമ്പാക്ട് ചെയ്യല്ലോ ഫ്യൂച്ചറിൽ, ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും ഞാൻ ചോദിച്ചത്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് കൂടുതലും നെഗറ്റീവ് രീതിയിലായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുക പോസിറ്റീവിനും കാട്ടി. കാരണം ഇപ്പൊ ഒരു AI അറിയാത്തൊരാൾ പറയാൻ കാരണം എന്താ നെഗറ്റീവ്, ഇപ്പൊ ഒരു AI അറിയാത്ത ഒരാള്, ഇത് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ആണ്, ഈ AI കുറിച്ചുള്ള ഒരു വേൾഡിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ്സ് ഒന്നും അറിയാത്ത ഒരു ബേസിക്കലി 9 to 5 കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് എക്സാം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആള് സീരിയൽ റൂട്ടീൻ തന്നെ 9 to 5 ജോബ് കഴിയും, വീട്ടിൽ വരും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ ഈ ഒരു കമ്പനി, ഇപ്പോൾ ആ ഒരാൾ ചിലപ്പോൾ അറിയണ്ടായിരിക്കില്ല, പക്ഷെ ആ ഒരു കമ്പനിയുടെ ഓണേഴ്സ്, CEO അവരൊക്കെ എന്തെങ്കിലും
അപ്പൊ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. അത് ഒബ്വിയസ്ലി എന്തായാലും ഇരിക്കും കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ കമ്പനിയുടെ ആ ഒരു ഓണേഴ്സ് തീരുമാനിക്കുകയാണോ ഒരു 10 എംപ്ലോയീസിനെ മാറ്റാം, അവർ ചെയ്യുന്ന വർക്കാണ് ഈ ഒരു ടൂൾ അല്ലെങ്കിൽ ഈ ഒരു AI അവർ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ AI ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ ഹയർ ചെയ്ത്. സോ ആ ഒരു വ്യക്തി ഈ 10 ആൾ ചെയ്യേണ്ട ജോബ് ഇയാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു AI ടൂൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്ത ജോബ് ചെയ്യണ്ട, ഈ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്ത AI ടൂൾ ആ ഒരു 10 ആളുടെ ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി AI കുറിച്ച് അറിയാത്ത ഒരാളുടെ ജോബ് പോകും. അപ്പൊ ഇനി ഫ്യൂച്ചർ മാർക്കറ്റിൽ ജോബ് സേഫ്റ്റി വേണമെങ്കിലും നിങ്ങൾ AI റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളെ സ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം ഒബ്വിയസ്ലി. നമ്മളിപ്പോ ഒരു പണ്ടത്തെ പോലെ തന്നെ ഒരു ഷോപ്പിൽ ഇരുന്നിട്ട് ഒരു 30 കൊല്ലം 40 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളത് ആരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ എൻ്റെ ഒരു ഫ്രണ്ട് അതിന് വേണ്ടിയുള്ളൂ. സോ നമ്മളിപ്പോൾ സ്കില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ കറന്റ് ഇപ്പോൾ ജോബിനിടയിൽ തന്നെ വേറെ കുറേ സ്കില്ല് പഠിക്കുന്നുണ്ട് ഇപ്പോൾ AI കാര്യങ്ങളിനെ. ഇത് കഴിഞ്ഞിപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കറന്റ് പഠിക്കുന്നുണ്ട് സെപ്പറേറ്റ് യൂട്യൂബ് വീഡിയോ അങ്ങനെ കേട്ട്. ഈ കോഴ്സ് അങ്ങനെ ആയിട്ടില്ല. സോ നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുകൊണ്ട് ഇരിക്കണം. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ, മീൻസ് ജോബ് AI വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ജോബ് നഷ്ടപ്പെടാൻ ചാൻസസ് കൂടുതലാണ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. മീൻസ് നിങ്ങൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഗവൺമെൻറ് ഒരു പെർട്ടിക്കുലർ സാലറി നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അത് ഓൾറെഡി ചില യൂറോപ്യൻ കൺട്രീസിൽ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒരു കൺട്രീൻ്റെ സാധാരണക്കാരിൽ പൈസ ഇല്ലെങ്കിൽ ആ എക്കോണമി ബൂമാവില്ല. അപ്പം ഓൾറെഡി അവർ എക്സ്പെൻസ് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പൈസ ഇറക്കി കഴിഞ്ഞിട്ട് വർക്ക് ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാവില്ല. അപ്പം മാർക്കറ്റ് ഒന്നുകൂടി എക്കോണമി ഒന്നുകൂടി ബൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ AI വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മനുഷ്യന്മാരെ വൺസ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വർക്കില്ലാത്ത ആൾക്കാരായി പോയി. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇതാണല്ലോ മെയിനായിട്ട് വരുന്നത്, ക്ലോത്ത്, ഈ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാധാരണക്കാർ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ് എന്നാണ് ആ ഒരു കൺട്രിയിൽ അവർ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് ഒബ്വിയസ്ലി എല്ലാവരും അങ്ങനെ ചെയ്തോളൊന്നുമില്ല. ഇതിൽ മടിയുള്ള ആൾക്കാർ യൂണിവേഴ്സൽ ബേസിക് ഇൻകം വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും, എല്ലാത്തവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പോകും. ഇതിനെ പറ്റിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഉമർ അബ്ദുൽ സലാം ഒരു ആള് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെ ഞാനിത് കണ്ടിട്ട് വന്ന് തോന്നിയത് യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തിന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ. ഞാനിപ്പോൾ കുറെ മുന്നേ അത് കാണാനുണ്ടായി. ബ്രോ പറയുമ്പോൾ പൊതുവിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. അല്ല, ഓൾറെഡി ഇത് ഒരു റീസെൻ്റ്ലി അല്ലേ ഈ AI ബൂമൊക്കെ വരുന്നില്ലേ, അതിൻ്റെ മുന്നേ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അതെ, എന്നാലും മാർക്കറ്റ് എക്കോണമി ബൂമാവാൻ വേണ്ടിയിട്ടാണ് അവരിത് മെയിനായിട്ട് ചെയ്തത്. ഇപ്പോൾ AI കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് എല്ലായിടത്തും പോകുമ്പം ഈ ഒരു കാര്യം കൂടി വരികയാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ലിവിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇതുവരെ നമ്മൾ കടന്നിട്ടില്ല. AI റിലേറ്റഡ് ആയിരുന്നു സംസാരിച്ചത്. ഇന്ന് നമുക്ക് കുറച്ച് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് പറ്റി സംസാരിക്കാം. കാരണം അതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് അറിയേണ്ട കാര്യങ്ങളും കൂടിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഓക്കെ, ഞാൻ യദുവിൻ്റെ ടോക്സ് വിത്ത് യദു എന്ന് പറഞ്ഞ ചാനൽ കണ്ടപ്പോഴേ വളരെ ചെറിയൊരു കാലയളവിനെ കൊണ്ടാണ് ഇത്രയും വലിയൊരു റീച്ചും ഫോളോവേഴ്സൊക്കെ കിട്ടിയത്. അങ്ങനെയാണ് എനിക്കൊരു ഇൻട്രസ്റ്റഡ് ആയത് യദുവിൻ്റെ ഒപ്പം ഒരു പോഡ്കാസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പം യദു എങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്യുക? ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ്, അതൊരു
AI റിലേറ്റഡ് ടോപ്പിക് ആണെങ്കിലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിക്കോളൊന്നുമില്ല പൊതുവേ സാധാരണക്കാർക്ക്. അതൊരു ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ കൺവേർട്ട് ചെയ്യുക? ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങുള്ളൊരു ആ ഒരു ടെക്നിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഒരു ടൂളിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്, ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളിനെ കുറിച്ചിട്ട്. സോ ആ ഒരു വീഡിയോന് ശേഷമായിരുന്നു എൻ്റെ ആ ഒരു ഫുൾ എൻ്റെ വീഡിയോയുടെ സ്റ്റൈലാണ് ഞാൻ മാറ്റാൻ തീരുമാനിച്ചത്. അതുവരെ ഫുള്ള് ഞാൻ ഇരുന്ന് എൻ്റെ രീതിയിൽ തന്നെ ആ ഒരു സ്റ്റൈലിൽ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ ഇരുന്ന് സംസാരിച്ച് പല ലൊക്കേഷനിൽ ഇരുന്ന് സംസാരിക്കുക അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു പേഴ്സണൽ ഒരു എല്ലാം കൊണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓഡിയൻസ് ഇല്ലാത്ത ഒരാളാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇരുന്ന് പറയുന്ന ഈ വീഡിയോസിന് ചിലപ്പോൾ പെട്ടെന്ന് റീച്ച് കിട്ടാമെന്നില്ല. ചിലപ്പോൾ കിട്ടും, ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഇരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സോ എനിക്കും എൻ്റെ മനസ്സിൽ ഞാൻ പേഴ്സണലി തോന്നിയത് ഞാൻ തന്നെ ഇരുന്നിട്ടാണ് പറയല്. സോ ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ എനിക്ക് എന്താ പറയുക, ആ വോയിസ് ടോണിങ് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീഡിയോസിൽ ഇപ്പോൾ അതിനുശേഷം ഒരു ഓട്ടോയിൽ പോകുന്നത് അല്ലേ, അമ്മ ആണോ എന്നറിയില്ല, ആരാണ് വീട്ടിൽ നിന്ന് വന്നിട്ട് എവിടെ പോയി, അങ്ങനെ ഒരു സ്കിറ്റിനായി വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഓട്ടോയില് എവിടെ തിയേറ്ററിൽ പോവാണോ അങ്ങനെ എന്തോന്ന് ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു. അതിന്റെ കസിൻസിന് ചെയ്ത അല്ല, ഞാൻ എന്റെ സ്റ്റാർട്ടിങ്ങത്തെ വോയിസ് കോണിങ്ങിന്റെ. പക്ഷെ ആ വീഡിയോ ഇരുന്ന് പേഴ്സണൽ തന്നെയായിരുന്നു. പക്ഷെ എനിക്കൊരു പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഏനെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്ക് അറിയില്ല. സോ ആ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അതിലൊരു ക്യൂരിയോസിറ്റി കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ വരെ വീഡിയോ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാനൊന്നുമില്ല, ചുമ്മാ ഞാനൊരു വണ്ടിയിൽ ഇങ്ങനെ വരും, എൻ്റെ സ്കൂട്ടിയിൽ തന്നെ എൻ്റെ കസിൻ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വണ്ടിയിൽ വരുന്ന ആ ഒരു സീക്വൻസ് ഭയങ്കര കോമഡി ഇതിനായിരുന്നു. ഫ്രണ്ട്സ് കുറെ പേര് പറഞ്ഞു, അക്കാഡമിയിലെ കുറെ പേര് പറഞ്ഞായിരുന്നു, അത് അടിപൊളിയായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു അത് വെച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ ഗാമയുടെ വീഡിയോ ഉണ്ടായിരുന്നു, PDF PPT ക്രിയേറ്റ് ചെയ്യുന്നു. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ആ ഒരു ടൂളിനെ ചെയ്യാൻ വിചാരിച്ച സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ നമ്മള് ഗാമയുടെ വീഡിയോ വരുന്നതാണ് രംഗണ്ണന്റെ വീഡിയോ. അല്ല ഗാമ വേറെ, PPT ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഇതുപോലെ 2 മില്യൺ ആയിരുന്നു. അതിന് 1 lakh സേവ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 lakh സേവ് ഞാൻ തന്നെ കിട്ടിയപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് ഈവൻ രംഗണ്ണന്റെ വീഡിയോ വരെ 1 lakh സേവ് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അത്രയും സേവ് ഉണ്ടായിരുന്നു. സോ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസം ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ തന്നെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ഇരുന്നു, ഞാൻ സംസാരിച്ചു. ഞാൻ വേറൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള കാരണം അത് ഞാൻ വേറെ ടൈപ്പിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ തലേ ദിവസം എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലായിരുന്നു ഈ ഒരു ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ PPT ക്രിയേഷൻ ടൂളായിരുന്നു. സോ അത് വെച്ചിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ഫസ്റ്റ് കാണിക്കാൻ ഞാൻ നോക്കി. സോ ആ ഒരു പ്രോബ്ലം തന്നെ ആദ്യം കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ റിലേറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് സീക്വൻസ് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ എൻ്റെ കസിന് ഒരു എന്താ പറയാ, ബോസ് പറയുന്നുണ്ട് 10 മിനിറ്റിനുള്ളിൽ ജോബ് PPT ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. ഞാൻ വീഡിയോ 10 മിനിറ്റ് എനിക്ക് PPT ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പറയുന്നത് സാർ 10 മിനിറ്റിലോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് 10 മിനിറ്റ്. സോ അത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആയിരുന്നു. സോ അതന്നെയായിരുന്നു ഞാൻ അവർക്ക് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അത് ചെയ്യാന്നുള്ളത്. അപ്പം എൻ്റെ മൈൻഡിൽ നിന്ന് ഫസ്റ്റ് ആ ഒരു സീക്വൻസ് ചെയ്യാനെടുത്തു. എന്നിട്ട് അവൾ ആകെ കഷ്ടം വെച്ചിട്ടുള്ളൂ. ആ ഒരു കുറച്ച് എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഊതി വീർപ്പിച്ചോ. എന്നിട്ട് അതിന് അടുത്തത് തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഞാൻ അപ്പുറത്ത് നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടാ 10 മിനിറ്റ് ഒരു PPT ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താ ചെയ്യുക? ഞാൻ ജസ്റ്റ് പറഞ്ഞു 10 മിനിറ്റ് എന്തിനാ, ജസ്റ്റ് 2 മിനിറ്റിനുള്ളിൽ 30 സെക്കൻഡിനുള്ളിൽ ഞാൻ PPT ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഡയറക്റ്റ് ഞാൻ അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇല്ല, ഒരു മിഡിൽ പോർഷൻ എത്തണം വരെ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ഒരു പ്രോബ്ലം ആണ്.
എന്നിട്ട് ഞാൻ ഗാമനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കറക്റ്റ് PPT എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് 1 ലൈൻ കൊടുത്താൽ മാത്രം മതി, പെർഫെക്റ്റ് PPT കിട്ടുന്നുണ്ട്. സോ അത് തന്നെയാണ് എൻ്റെ ബേസിക് വീഡിയോ ഞാൻ മനസ്സിലാക്കി. സോ അത് തന്നെയാണ് എൻ്റെ ഒരു ബേസിക് ടെക്നിക് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ചില സമയത്ത് സ്ക്രിപ്റ്റ് ഞാൻ എഴുതൽ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആണെങ്കിലാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാറുള്ളത്, കാരണം അവർക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണമല്ലോ. അല്ലാത്ത പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ എങ്ങനെയൊക്കെ വേണം, ജസ്റ്റ് ഒരു മൈൻഡ് പോയിന്റ്, ഇന്ന സീനിൽ എന്താ വേണം, ഇന്ന സീനിൽ എന്താ വേണം, ഇന്ന സീൻ ഇതാന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനോട് പറയും. കൊമേഡിക്കായിട്ടോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോ നമുക്ക് ഇനീഷ്യൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 5 to 6 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമ്മളെ ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ആ ക്യൂരിയോസിറ്റി നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ റീച്ച് കൂടുതൽ കിട്ടുള്ളൂ. മീൻസ് വ്യൂവർഷിപ്പ് കൂടിയാലല്ലേ റീച്ച് കൂടുതൽ വരുന്നുള്ളൂ. ഓൾറെഡി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഷെയറും സേവും ഓട്ടോമാറ്റിക്കലി പോകും. ഉറപ്പായിട്ടും ആ ഒരു ഇനീഷ്യൽ ഒരു സെക്കൻഡാണ് നമുക്ക് ഒരു 10 സെക്കൻഡ് ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു ഒന്നെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല രീതിക്കുള്ളൊരു കണ്ടന്റ്, നല്ലൊരു കോമഡി കണ്ടന്റ് ആണ്, എന്തെങ്കിലും ഒരു എന്താ പറയുക ലാസ്റ്റ് വരെ കാണാൻ ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാം, എന്റർടൈൻമെന്റ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് എൻ്റെ. ഇപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനായിട്ട് ട്രിപ്പ് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതും നല്ല രീതിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ ട്രിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന് ഇതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ വന്ന് ഒരു കോമഡി രീതിയിൽ ഞങ്ങൾ ട്രിപ്പ് പോവുക, അപ്പോൾ പിള്ളേരെല്ലാവരും പോവുക, ചിലവർ പറഞ്ഞു അവിടെയൊക്കെ തണുപ്പാവുക, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ട്രിപ്പ് ചെയ്യണേ. സോ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മളൊരു റീല് ബിൽഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ മെട്രിക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? മീൻസ് ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ആണോ കൂടുതൽ പോകേണ്ടത്, അല്ലെങ്കിൽ സേവ് ആണോ കൂടുതൽ പോകേണ്ടത് എന്നുള്ളത്, അതിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ? ഞാൻ കൂടുതലും ഷെയറും സേവും ആണ് നോക്കാറുള്ളത്. ബാക്കി എല്ലാത്തിനും വേണ്ടി കൂടുതൽ ഷെയർ. മെയിനായിട്ട് കമൻറ്റിൻ്റെ റീച്ച് പോയാലും ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ഷെയർ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ബാക്കി എല്ലാതും താനേ വരും. കാരണം ഇൻസ്റ്റാഗ്രാമിന്റെ കാരണം ഇൻസ്റ്റാഗ്രാമിന് ആ അൽഗോരിതത്തിന് മനസ്സിലാവും ഏത് ആൾക്കാർക്ക് എത്തിക്കേണ്ട ഒരു കണ്ടന്റ് ആണ്. സോ ആൾക്കാർ കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്, അത്രയും സേവബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. സോ അധികം ആൾക്കാർക്ക് ഷെയറും സേവും പോകും. ഒബ്വിയസ്ലി എന്തായാലും കുറെ ആൾക്കാർ ഷെയർ ചെയ്തതിന് ഒരു 100 ആൾ ഷെയർ ചെയ്താൽ അതിനൊരു എന്താ പറയുക 50% സേവ് ചെയ്യേണ്ടതിൽ. സോ ഷെയറാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. ഷെയർ കൂടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എൻഗേജ്മെന്റ് കൂടും. അതിന് പിന്നാലെ തന്നെയാണ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? മീൻസ് ഇന്നെന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത്. കോണ്ടന്റ് ക്രിയേഷൻ ഒരു കരിയർ ആക്കിയിട്ട് എടുക്കാൻ പോകുന്ന ആൾ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കാര്യം പറഞ്ഞുതരാം. അത് മതി. എപ്പോഴും ഉള്ളത് വെച്ച് തുടങ്ങുക. എനിക്കുള്ള സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻ്റെ ഫോണും പിന്നെ എൻ്റെ കൊളീഗിൻ്റെ ഫോണുണ്ട്, സുൽത്താനുണ്ട്. സുൽത്താൻ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റൽ സ്റ്റേജിൽ. അവൻ്റെ ഫോണിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഉള്ളത് വെച്ച് തുടങ്ങിയ എല്ലാം നമുക്ക് ഉണ്ടായിട്ട് തുടങ്ങാനുള്ള ചില ആൾക്കാരുടെ മൈലുണ്ടാവും. ഫോൺ കിട്ടട്ടെ, നല്ലൊരു ഹെഡ്സെറ്റ് കിട്ടട്ടെ, നല്ല ലൈറ്റിംഗ് കിട്ടട്ടെ, അത് കിട്ടി അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവരുത്. നമുക്ക് എന്ത് ഈവൻ തോന്നുന്നു നമുക്ക് നമ്മളിൽ നല്ല ഫോൺ ഇവൻ ചെയ്യുന്ന ആരെങ്കിലും ഫോണിൽ നമ്മൾ എന്ത് ഫോണാണെങ്കിലും ചെയ്യാം. ചെറിയ ലോ ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ അതിൽ ചെയ്യാം. കണ്ടന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് നല്ല കണ്ടന്റ് അടിപൊളി ചെയ്യുന്നുണ്ടോ അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വീഡിയോ ക്വാളിറ്റി പ്രശ്നമില്ല, ഓഡിയോ ക്വാളിറ്റി പ്രശ്നമില്ല. നിങ്ങൾ ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഇപ്പം അധികം ട്രെൻഡിങ് പോകുന്ന വീഡിയോസ് ആണെങ്കിൽ തീരെ ക്വാളിറ്റി ഇല്ലാത്തതും ഓഡിയോ പക്കാ മോശമായിട്ടുള്ള വീഡിയോസാണ് നല്ല റീച്ച് പോകുന്നത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിനെ കുറിച്ചിട്ട്.
അത് ഞാനും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ല, പ്രോപ്പർ ക്യാമറ ഇല്ല, പ്രോപ്പർ ഓഡിയോ ഇല്ല. പക്ഷെ നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന ഒരു 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 സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടേക്ക് നിങ്ങൾ ഓൾറെഡി എത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലേ ഫസ്റ്റ് തിങ് തന്നെയാണ് നമ്മൾ എന്തുണ്ട് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആവും. കൺസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീക്കിൽ ഇത്ര വീഡിയോ അങ്ങനെയല്ല, ഇപ്പം ഡൗൺ ആയാലും ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് എക്സ്പെരിമെൻറ്റ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരെണ്ണം വർക്കാവും. എവിടെയെങ്കിലും ഒരെണ്ണം വർക്കാവും. ആ ഒരു സാധനം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വേർഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിലെന്തൊക്കെ പോരായ്മ ഉള്ളത് അത് മാറ്റിയിട്ട് ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഒരു കുറച്ച് സർക്കിൾ ഉണ്ടായിരിക്കുമല്ലോ. വെച്ചാൽ എന്ത് വീഡിയോ അയച്ചു കൊടുത്താലും അത് അടിപൊളിയാണോ എന്ന് പറയുന്ന ആൾക്കാരല്ല കേട്ടോ. ഇപ്പൊ ആ വീഡിയോന്റെ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഓപ്പൺ ആയിട്ട് പറയുന്നുള്ള രീതിയിൽ ഇപ്പോ അതിനിപ്പോ വലിയ രീതിയിലുള്ള അറിവ് വേണമെന്നില്ല. നമുക്ക് ഒരു സാധാ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാള് എങ്ങനെ കാണാം ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് എവിടെയെങ്കിലും ബോറടിച്ചിട്ടില്ല, നിങ്ങൾക്ക് വല്ല ഓവറായി തോന്നിയത് എന്തെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എങ്ങനെ സ്ഥലത്ത് കുറച്ച് ബോറുണ്ടല്ലോ എന്താ എങ്ങനെ ചോദിക്കും. അപ്പേക്ക് ഞാൻ ഒന്നുകൂടി നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നിരിക്കില്ല. അത് ഏറ്റവും ബെസ്റ്റ് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ അയച്ചു കൊടുക്കാനാണ്. അവരാകുമ്പോൾ ഫിൽട്ടർ ഇല്ലാണ്ട് കാര്യങ്ങൾ പറയും. അത് ബോറായിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്, ആ കാര്യങ്ങൾ അവിടെ ഇനി ഒന്നും കൂടിയും ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയും. അത് ഇപ്പോൾ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എവിടെയും നമുക്ക് ക്ലിക്കാവും. പിന്നെ നമ്മൾ എന്താ പറയാ, നമുക്ക് ഇതിനുള്ള ഇൻഫോർമേഷൻസ് എല്ലായിടത്തും ഉണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ളത് ഐഡിയാസ് എല്ലായിടത്തും ഉണ്ട്. നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടേതായിട്ടുള്ള സ്റ്റൈല് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താനെ നമ്മുടെ USP കിട്ടാൻ പറ്റും. USP നിങ്ങളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ ഡൗൺഫോൾ ഉണ്ടാവും. അപ്പോൾ ഡൗൺഫോള് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഡൗൺഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ റീച്ച് കിട്ടാൻ സമയമാണെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്തപ്പോ അബദ്ധമായി പോയിണ്ടായിരിക്കും. എന്താണെങ്കിലും നമ്മള് പക്ഷെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പറയാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് 100 വട്ടം ചെക്ക് ചെയ്തിട്ട് കാര്യം പറയാം. ഫോൾസ് ഇൻഫർമേഷൻസ് ഒരിക്കലും കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, കുറച്ചിട്ട് പ്രോപ്പർ സ്റ്റഡീസും കാര്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രം പറയാം. ഒരു ഡൗൺഫോൾ ഉണ്ടായാലേ ഒരു കയറ്റം ഉണ്ടാവുള്ളൂ. അല്ല പക്ഷെ ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ആവണത്. അപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് രീതിയിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ശരിയാണ് എന്ന് പറയുന്ന ഒരു സാധനം അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടും. ആ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ നോക്കാറില്ല. നെഗറ്റീവ് റീച്ച് കിട്ടാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാനിപ്പോൾ ഏകദേശം ഒരു 300 വീഡിയോസിൻ്റെ അടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിയാനായിക്കിന്. ഞാനിപ്പോഴും എൻ്റെ വീഡിയോസിൽ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കലാണ്. 300 ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷത്തിൻ്റെ അടുത്തായി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്റ്റിൽ ഞാൻ എക്സ്പീരിയൻ്റ് ആയി പുതിയ രീതിയിലേക്ക് എങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊമേഡിക് രീതിയിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 വീഡിയോസ് ഇട്ടിരുന്നു. അത് നല്ല റീച്ച് പോയിട്ടുണ്ട്, എല്ലാവരും നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട് അതിലേക്ക്. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഏകദേശം. പറഞ്ഞോ. അല്ല കോമഡിക്ക് രീതിയിലുള്ളത് ഭയങ്കര എന്താ പറയാ, ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പിന്നെ കണ്ടിരിക്കാൻ പറ്റും. വേറൊരു വിഭാഗം ഇപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തിട്ടും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മള് നോക്കേണ്ട ആവശ്യമില്ല, നോക്കണ്ട. നമ്മളെ കഴിവ് ഷോക്കേസ് ചെയ്യാം. അതെ അതെ, ചിലവരുണ്ടാവും നല്ല രീതിയിലാണ് പറയുന്നത്, പക്ഷേ അത്ര റീച്ച് കാര്യങ്ങളൊന്നും കിട്ടാത്തവരുണ്ടാവും. അവർ കീപ് എക്സ്പെരിമെന്റിങ് വിത്ത് യുവർ വീഡിയോസ് എന്ന് ഞാൻ പറയാനുള്ളൂ. ആൻഡ് ഓൾസോ എനിക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾക്കാർക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഡോട്ടിൻ അക്കാഡമി
പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സോ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ CEO ഉണ്ട്, ഞങ്ങളെ സാറ് ഹംസാദ് സാർ. ഞാൻ ഹംസാദിക്കാതെ വിളിക്കാറുള്ളത്, അത്രയും ഭയങ്കര ക്ലോസാ. സോ ഹംസാദിക്ക ഭയങ്കര സപ്പോർട്ടിൻ്റെ ആയിരുന്നു എനിക്ക് കുറിച്ചിട്ട്. ഇക്കതിനെ കുറെ പറയാറുണ്ടായിരുന്നു, ഈ 4 സെക്കൻഡ് കൂടുമ്പോൾ കട്ട് വരുന്നുള്ളതൊക്കെ ഇക്ക പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നായിരുന്നത്. ഓരോ വീഡിയോ ഞാൻ അയച്ചു. എങ്ങനെ കട്ട് വരുന്നത്? ഓരോ 4 സെക്കൻഡ് കൂടുമ്പോൾ നമുക്ക് ഒരു കട്ട് വേണം അവിടെ, അതിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടാവുന്നു, എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. എൻഗേജ്മെന്റ് കൂട്ടാൻ വേണ്ടി അതൊക്കെ ഹംസാദ് പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ആളുടെ സപ്പോർട്ട്, ആളുടെ ഡോട്ടിന്റെ സപ്പോർട്ട് ഭയങ്കര വലുത് തന്നെയായിരുന്നു. സോ ഫസ്റ്റത്തെ 1 മില്യൺ കിട്ടിയ സമയത്ത് പിറ്റേ ദിവസം കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അനുകൂലമായിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. എന്തായാലും യദുവിന്റെ ടോക്സ് വിത്ത് യദു എന്ന് പറഞ്ഞ ചാനൽ ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നുള്ള ഞാൻ ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. ഈ പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് AI റിലേറ്റഡും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങൾ, കുറേ വാല്യുബിൾ ആയിട്ടുള്ള സബ്ജക്റ്റും ടോപ്പിക്സും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് യദു കൃഷ്ണന് നമുക്ക് ഒരു താങ്ക് യു പറഞ്ഞിട്ട് ഈ പോഡ്കാസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു യദു. താങ്ക് യു ഫോർ കമ്മിങ് ഫോർ ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഓക്കെ, ബൈ.